തൃപ്രയാർ ഡിവൈഡർ അഴിമതി പുറത്തുകൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനം. മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാറിലെ ഡിവൈഡർ സ്ഥാപിച്ചത്. അന്നത്തെ CPM നേതൃത്വവും LDF ജനപ്രതിനിധികളും ഈ കരാറിനെ ശക്തമായി എതിർത്തിരുന്നതാണ്. ഈ കരാർ അഴിമതി കരാർ ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എതിർക്കാനുണ്ടായ കാരണം. എന്നാൽ വ്യാഴാഴ്ച നടന്ന പഞ്ചായത്തിലെ അടിയന്തര കമ്മിറ്റി യോഗത്തിൽ സെക്രട്ടറി അജണ്ട വായിക്കുന്നതിന് മുൻപേ തന്നെ UDF മെമ്പർമാർ യോഗം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അലങ്കോലമാക്കുകയായിരുന്നു. 2024-2025 വർഷത്തെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അടിയന്തര യോഗത്തിന്റെ വ്യാഴാഴ്ചത്തെ ആദ്യത്തെ അജണ്ട. നാട്ടിക പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വർഷക്കാലത്തെ വികസന കാര്യങ്ങൾ DPC അംഗീകാരം വാങ്ങുന്നതിനും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് വെള്ളിയാഴ്ചയിലെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയത്. ഇതിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് UDF മെമ്പർമാർ തൃപ്രയാർ ഡിവൈഡറിന്റെ പേരിൽ നടത്തിയ ആഭാസ നാടകം. 3 ദിവസം മുൻപേ അജണ്ടയിൽ കയ്യിൽ കിട്ടിയിട്ടും സെക്രട്ടറിയോട് ഡിവൈഡറുമായി ബന്ധപ്പെട്ട അജണ്ട ഉൾപ്പെടുത്താൻ ഒരു UDF മെമ്പർമാരും ആവശ്യപ്പെടുകയോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. 2013 ഒക്ടോബർ 22-ന് UDF ഭരണകാലത്താണ് ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 21-ന് ഈ കരാറിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഷാ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് കരാർ എടുത്തിരുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും സ്ഥാപിച്ച ബോർഡുകൾക്ക് പിഴ ഈടാക്കിക്കൊണ്ട് നാട്ടിക പഞ്ചായത്തിലെ സെക്രട്ടറി കമ്പനിക്ക് കത്തയക്കുകയും അവർ അത് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. 10 വർഷം മുൻപ് UDF ഭരണസമിതി 2013-ൽ സ്ഥാപിച്ച ഈ ഡിവൈഡറിൽ വൻ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാർ ഒഴികെയുള്ള എല്ലാവരും മിനിറ്റ്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അജണ്ടയിൽ ധനകാര്യത്തിൽ വന്നിട്ടുള്ള ഡിവൈഡർ സംബന്ധിച്ച വിഷയം കമ്മിറ്റി ചർച്ച ചെയ്താൽ 10 വർഷം മുമ്പ് കോൺഗ്രസ് ഒപ്പിട്ട അഴിമതി കരാറിന് നിലവിലെ കോൺഗ്രസ് മെമ്പർമാർക്ക് ഒന്നും പറയാനില്ലാത്തതിനാലാണ് യോഗത്തിൽ ബഹളം വെച്ചതും ചർച്ച ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തത്. പഞ്ചായത്ത് കമ്മിറ്റി വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മെമ്പർമാർ ബഹളം വെച്ചതെങ്കിലും കമ്മിറ്റി വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. വൈസ് പ്രസിഡന്റ് രജനി ബാബു, KB ഷൺമുഖൻ, KK സന്തോഷ്, നികിത P രാധാകൃഷ്ണൻ, ഐഷാബി അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു അജണ്ട വെച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ വാർഷിക പദ്ധതിയായി ബന്ധപ്പെട്ട് DPC അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഫസ്റ്റ് അജണ്ട ഇതാണ് നമ്മൾ കൊടുത്തത്. ആ അജണ്ട സെക്രട്ടറിക്ക് വായിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ മെമ്പർമാർ 4 മെമ്പർമാർ ആ യോഗം അലങ്കോലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ യോഗം ഞങ്ങൾ നടത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 24-25 കാലഘട്ടത്തിൽ വാർഷിക പദ്ധതിയായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ട വികസന കാര്യങ്ങൾ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ യോഗം നടത്തിയത്. ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അജണ്ടയിൽ കൃത്യമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിവൈഡറുമായി ബന്ധപ്പെട്ട് 10 വർഷക്കാലമായി ഡിവൈഡറുമായി ബന്ധപ്പെട്ട് അന്ന് ഭരിച്ചിരുന്നത് UDF കോൺഗ്രസ്സുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അതിന് കൃത്യമായി വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് UDF-ൻ്റെ 4 മെമ്പർമാരൊഴികെ ബാക്കിയുള്ള 8-9 മെമ്പർമാരുണ്ടായിരുന്നു. ആ മെമ്പർമാർ